വെൽക്കം ബാക്ക് അവർ മാത്തമാറ്റിക്സ് ക്ലാസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്. ഐ മീൻ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഈസ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി അല്ലേ. ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ടോപ്പിക് ഓഫ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി. Geometrical probability, it's related to the area of the figures അല്ലേ. തന്നിട്ടുള്ള ഫിഗേഴ്സിൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ അതിൽ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമുക്കൊന്ന് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർക്കിൾ എക്സാക്ട്ലി ഫിറ്റ് ഇൻസൈഡ് എ സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ എക്സാക്ട് ഫിറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതിലെ ഗ്രീൻ നിറത്തിൽ അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ നിറത്തിലുള്ള ഈ പോർഷൻ, ആ പോർഷനിൽ ഡോട്ട് വീഴാനുള്ള പ്രോബബിലിറ്റിയാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക. അറ്റ് ഫസ്റ്റ് യു ജസ്റ്റ് വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ദ ബോത്ത് ഫിഗേഴ്സ്. ഐ മീൻ ദ ബിഗ്ഗസ്റ്റ് ഫിഗർ ആൻഡ് ദ സ്മോൾ ഫിഗർ, രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ നമുക്ക് ആ ചിത്രം ഒന്ന് വരക്കാം. ഇതാണ് നമ്മുടെ പിക്ചർ എന്ന് പറയുന്നത്. ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു എക്സാക്റ്റ് അല്ലേ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഡോട്ട് വീഴാനുള്ള പ്രോബിലിറ്റി എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ സർക്കിളിൻ്റെ ഏരിയയും അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ ഏരിയയും കാണും. അപ്പോൾ നമുക്കിവിടെ സ്ക്വയറിൻ്റെ ഒരു സൈഡിനെ നമുക്ക് എ എന്നെടുക്കാം, അല്ലെങ്കിൽ എക്സ് എന്നെടുക്കാം അല്ലേ. ഇപ്പോൾ ഇവിടെ ഇതാ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ അല്ലേ. ഇവിടെ എ ആണ് വരിക. ഇപ്പോൾ എ ഇൻറ്റു എ മീൻസ് എ സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ, ഇനി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ. അപ്പോൾ നമ്മൾ ആറ് കണ്ടുപിടിക്കണം. ആറ് എന്ന് പറഞ്ഞാൽ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡയാമീറ്റർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ ഇതിലെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഇതാണ് ഇതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത്. പാസിംഗ് ത്രൂ ദ സെൻറ്റർ, എ ലൈൻ പാസിംഗ് ത്രൂ സെൻറ്റർ ഇസ് ഡയാമീറ്റർ. നോക്കൂ, ഇതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഈ എക്ക് തുല്യമല്ലേ, അതായത് സൈഡിന് തുല്യമല്ലേ, കറക്റ്റ് അല്ലേ? രണ്ടും ഒന്ന് തന്നെയല്ലേ വരുന്നത് അല്ലേ. സോ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ ഇസ് ഈക്വൽ ടു എ തന്നെയാണ്. ഇറ്റ്സ് ഈക്വൽ ടു ദ സൈഡ് ഓഫ് ദ സ്ക്വയർ അല്ലേ. സൈഡ് ഓഫ് ദ സ്ക്വയറിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയും, നമുക്ക് ഇവിടുന്ന് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് ഇസ് ഈക്വൽ ടു അതിൻ്റെ ഹാഫാണ് വരിക, a/2 ആണ് അതിൻ്റെ റേഡിയസ് വരിക. ഇനി ഇപ്പോൾ റേഡിയസ് എന്ന് പറയുന്ന ആറ്, സ്മോൾ ലെറ്റർ ആറ്, a/2 ആണ്. നൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. Area of the circle is equal to pi r square. This one is the equation. ഇനി ചേഞ്ച് ഉണ്ട് അല്ലേ. പൈ ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്താണ് a/2 കൊടുക്കേണ്ടത്. അപ്പോൾ a/2 ഹോൾ സ്ക്വയർ എന്നാണ് അതിൻ്റെ ചേഞ്ച് വരുന്നത്. ഈക്വൽ ടു പൈ ഇൻറ്റു ലുക്ക് അറ്റ് ഹിയർ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ക്വയർ എ സ്ക്വയർ ബൈ 2ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 4. ഇതാണ് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സോ വിച്ച് വൺ ഈസ് ദ സ്മോളസ്റ്റ് ഫിഗർ ഇൻ ദ വോൾ ഫിഗർ? സർക്കിൾ ഈസ് ദ സ്മോളസ്റ്റ് ഫിഗർ അല്ലേ. സർക്കിളാണ് അതിൻ്റെ സ്മോളസ്റ്റ് ഫിഗർ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ദ ഡോട്ട് വിത്തിൻ ദ സർക്കിൾ എന്നാണ്, സർക്കിളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു സർക്കിളിൻ്റെ ഏരിയ ബൈ സ്ക്വയറിൻ്റെ ഏരിയ. സർക്കിളിൻ്റെ ഏരിയ എന്താ? പൈ എ സ്ക്വയർ ബൈ 4 ബൈ സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഈ എ സ്ക്വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. മുകളിൽ π/4 ഉണ്ട്, പിന്നെ ഒരു /1 ഉണ്ട്. ഇവിടെ എ സ്ക്വയറും കട്ട് ചെയ്ത് ഇവിടെ 1 ഉണ്ടാവുക. ഇപ്പോൾ π/4/1 എന്ന് പറഞ്ഞാൽ ആൻസർ π/4 തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ
π/4. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു π/4. അപ്പോൾ ശരിക്കും പഠിച്ചു വെച്ചോളൂ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ പുറത്താവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ അതെന്താ? 1 മൈനസ് ചെയ്യുക. അതാ ഏറ്റവും നമ്മൾ ആദ്യം പറയണത്. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് കിട്ടാൻ 1 മൈനസ് ചെയ്യുക. അപ്പോൾ 1 - π/4 എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, 1 - π/4 എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ എക്സാക്റ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സർക്കിള്, ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഡോട്ട് വീഴാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് π/4 ആയിരിക്കും. എപ്പോഴും ഏത് നമ്പർ കൊടുത്താലും π/4 ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് സൈഡ് ഓഫ് ദ സ്ക്വയർ എ എന്ന് പറയുന്നത് എടുത്തു അല്ലേ? സ്ക്വയറിൻ്റെ സൈഡാണ് നമ്മൾ എ എന്ന് എടുത്ത്. നമുക്ക് ഇനി ഡയാമീറ്റർ ഒന്ന് എടുത്താലോ? ഡയാമീറ്റർ എന്ന് എടുത്താലോ? ചെയ്തു നോക്കാം അല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് ചെയ്തു നോക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പം അത് ശരിക്കും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡയാമീറ്റർ എടുക്കാം. നമ്മൾ നേരത്തെ ഇതെടുത്തത്. ഇപ്പം ഡയാമീറ്റർ നമുക്ക് എ എന്ന് എടുക്കാം. ഡയാമീറ്റർ ഇസ് ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് a/2 അല്ലേ? റേഡിയസ് എന്ന് പറയുന്നത് a/2. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദ സർക്കിൾ πr². So pi into a/2 whole square equal to pi into a-ൻ്റെ സ്ക്വയർ a²/2² എന്ന് പറഞ്ഞാൽ 4. ഇതാണ് സർക്കിളിൻ്റെ ഏരിയ കിട്ടുക. അപ്പോൾ ഡയാമീറ്റർ എ ആണെങ്കിൽ ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എ. സോ സൈഡ് ഈക്വൽ ടു എ. ഏരിയ അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു a². ഇനി പ്രോബബിലിറ്റി ഈക്വൽ ടു സർക്കിളിൻ്റെ ഏരിയ ബൈ സ്ക്വയറിൻ്റെ ഏരിയ. സർക്കിളിൻ്റെ ഏരിയ πa²/4/a². a² ക്യാൻസൽ ചെയ്താൽ π/4 എന്ന് പറയുന്ന ആൻസർ. അപ്പോൾ എങ്ങനെ ചെയ്താലും ആ π/4 ആണ്. ഇനി ഇവിടെ നിങ്ങൾ നമ്പർ കൊടുത്ത് ചെയ്താലും അതന്നെ. നമ്പർ കൊടുത്ത് ചെയ്യണോ? ഓക്കെ, നമ്പർ കൊടുത്ത് ചെയ്യാം നമുക്ക്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇവിടെയുള്ള ഈ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 20 സെൻറ്റിമീറ്റർ എന്ന് തന്നു. 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡോട്ട് വീഴാനുള്ള പ്രോബബിലിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 20 സെൻറ്റിമീറ്റർ തന്നു അല്ലേ? ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കൊണ്ട് 4, 5 എന്ന് പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കൊണ്ട് ഇത് 4th ക്വസ്റ്റ്യൻ ആക്കി എഴുതിക്കൊണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു 20 സ്ക്വയർ ആണ് അല്ലേ? നമ്മൾ സ്ക്വയറിൻ്റെ ഏരിയ ആണ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ സ്ക്വയർ കേട്ടോ. അപ്പോൾ 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് 10 ആണ്. 20 ആണെങ്കിൽ ഇതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? ഡയാമീറ്റർ ഇസ് ഈക്വൽ ടു 20. ഡയാമീറ്റർ എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഹാഫ് അല്ലേ? അപ്പോൾ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ? ഇനി അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അതായത് ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു πr² എന്നാണ് വരിക. ഇപ്പോൾ പൈ ഇൻറ്റു റേഡിയസ് 10 അല്ല, അപ്പോൾ 10² ഈക്വൽ ടു പൈ ഇൻറ്റു 10² എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ ശരിക്കും എന്താണ്? 100 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് എന്തിൻ്റെ ഏരിയ കിട്ടുന്നത്? സർക്കിളിൻ്റെ ഏരിയ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഏരിയ ബൈ സ്ക്വയറിൻ്റെ ഏരിയ. സർക്കിളിൻ്റെ ഏരിയ എന്താ? 100 പൈ ബൈ ഇതിൻ്റെ ഏരിയ 400 ആണ്. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 0 ക്യാൻസൽ ചെയ്താൽ മുകളിൽ എന്താ? പൈ വരും, അടിയിൽ 4 വരും. ആൻസർ കിട്ടിയ π/4 എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് നമ്പർ കൊടുത്താലും നിങ്ങളെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? π/4 ആണ് വരിക. ക്ലിയർ ആയോ ആ പോർഷൻ എന്ന് പറയുന്നത്? കിട്ടിയോ? ഇതാണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് നമ്പർ വെച്ച് ചെയ്താലും ലാസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെയിം നമ്പർ. ഇപ്പോൾ വാരിയബിൾ ചെയ്താലും നമ്പർ എത്ര വലിയ നമ്പർ കൊടുത്താലും ആൻസർ തന്നെയാണ് π/4 എന്ന് പറയുന്ന ആൻസർ. കിട്ടിയോ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ, അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ആൾട്ടർനേറ്റ് വേർട്ടിസസ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞു. അപ്പോൾ റെഗുലർ ഹെക്സഗൺ എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടും. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താ, 6 സൈഡുള്ള അല്ലേ, 6 സൈഡുള്ള ഒരു ഫിഗറിന് അല്ലേ, അത് ഈക്വൽ ആയിരിക്കും, 6 സൈഡ് ഈക്വൽ ആയിരിക്കും, അതുപോലെ 6 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇതിനാണ് നമ്മൾ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ആൾട്ടർനേറ്റ് വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇടവിട്ടിട്ടുള്ള വേർട്ടിസസ് അല്ലേ, ഇത് ഇങ്ങനെ ജോയിൻ ചെയ്തു, അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. അതിൻ്റെ ഉള്ളിലുള്ളൊരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഡോട്ട് വീഴാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പറയാമെന്നറിയോ, ഇപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, 1 2 3 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ, ഇതാ ഇവിടെ ഉള്ള 1 2 3 ഇങ്ങനെയുള്ള എത്ര ട്രയാങ്കിൾസ് ഇതിനാക്കി മാറ്റാമെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ സെൻറ്റർ ഉണ്ടാവുമല്ലോ ഇവിടെ തന്നെ, ഇപ്പോൾ സെൻറ്റർക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്തു, ഇതാ ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്, 1 2 3 4 5 6 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഈ 6 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ നിന്ന് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ഏരിയ ഈക്വൽ ആയിരിക്കും, അതുപോലെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ഇതൊക്കെ ഈക്വൽ ആയിരിക്കും, എല്ലാത്തിൻ്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എടുക്കാം ഏരിയ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാം. ഒരെണ്ണത്തിൻ്റെ ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എക്സ് ആണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് എന്തായിരിക്കും വരിക, എക്സ് ആയിരിക്കും വരിക. എല്ലാത്തിൻ്റെയും ഏരിയ എക്സ് അല്ലേ, അല്ലേ, എല്ലാത്തിൻ്റെയും ഏരിയ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ ടോട്ടൽ ഫിഗർ, അതായത് ഏരിയ ഓഫ് ദ ഹെക്സഗൺ, ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫിഗർ. അപ്പോൾ അതിൻ്റെ ഏരിയ എന്താ വരിക, എത്ര എക്സ് ഉണ്ട്, 6x ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ 6x എന്നാണ് വരിക അല്ലേ. ഏരിയ ഓഫ് ദ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6x. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് ട്രയാങ്കിൾ, അതായത് ഈ യെല്ലോ നിറത്തിലുള്ളത്, അതെന്തായിരിക്കും വരിക, ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ് കേട്ടോ, ദ ഗ്രീൻ നിറത്തിലുള്ള ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും വരും എന്ന് പറഞ്ഞേ, 1 2 3 3x എന്നാണ് വരിക കേട്ടോ. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ എഴുതിയാൽ മതി, 3x. ഇനി പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് വിത്തിൻ ദ ഷെയ്ഡഡ് റീജിയൻ. ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഓഫ് ദ ഡോട്ട് വിത്തിൻ ദ ഷെയ്ഡഡ് റീജിയൻ ഇസ് ഈക്വൽ ടു, ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3x ആണ്, ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 6x ആണ്. ഓക്കെ, എക്സും ക്യാൻസൽ ചെയ്ത് ബാക്കി 3/6. 3/6 വീണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്താൽ 1/2. സോ ആൻസർ ഈസ് 1/2. എങ്കിൽ അതിൻ്റെ ഔട്ട് സൈഡ് ഉള്ളത് എന്തായിക്കാരം വരിക, 1 - 1/2 എന്ന് പറയുമ്പോൾ ആൻസർ 1/2. 1 - 1/2 അത് എഴുതണമെന്നില്ല, ഇത്രയാണ് ചോദിക്കാനുള്ളത്. കിട്ടിയോ? അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെയാണ് അടുത്തതെന്ന് പറയുന്നത്. എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കട്ടോ. തേർഡ് ഫിഗർ എന്ന് പറയുന്നത് എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ 2 ഓവർലാപ്പിംഗ് ഇക്വലാറ്റർ ട്രയാങ്കിൾ. രണ്ട് ഇക്വലാറ്റർ ട്രയാങ്കിൾ, ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം അല്ലേ, എല്ലാ സൈഡും ഇക്വലാറ്റർ ട്രയാങ്കിൾ. അടുത്ത ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഈ രണ്ട് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ത് ചെയ്യണം, ഓവർലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കാണിച്ചായിരുന്നു നോക്കുക, ഇതുപോലെ ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു റെഗുലർ ഹെക്സഗൺ ഫോം ചെയ്തു. ആ റെഗുലർ ഹെക്സഗൺ ആണ് നമ്മളിവിടെ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്, ഗ്രീൻ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിൽ ഡിവൈഡ് ചെയ്യാം അല്ലേ. എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഓക്കെ, ഇപ്പം എത്ര സ്മോൾ ട്രയാങ്കിൾ കിട്ടി? 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ. അപ്പം എല്ലാത്തിൻ്റെ ഏരിയ എന്തായിരിക്കും? എക്സ് സെയിം ആയിരിക്കും അല്ലേ. സോ
ഏരിയ ഓഫ് ദ സ്മോൾ triangle equal to x. Therefore, area of the complete figure, അതായത് സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, is equal to എത്രയാണ്? 12 ആണ് അല്ലേ? 12x. ഓക്കെ, നെക്സ്റ്റ് ഏരിയ ഓഫ് ദ ഹെക്സഗൺ, അതായത് ഈ യെല്ലോ അടയാളപ്പെടുത്തിയ ഹെക്സഗൺ is equal to how many triangles are there? 6. So 6x. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ വീഴാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ദ ഡോട്ട്, ഐ മീൻ ദ പ്രോബബിലിറ്റി, ഓക്കെ, of the dot within the hexagon is equal to 6x by 12x. ഉം ക്യാൻസൽ ചെയ്ത് ബാക്കി 6/12 റെഡ്യൂസ് ചെയ്താൽ 1/2 എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1/2. ഇതോട് കൂടിയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് അവിടെ തീർന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ഒന്ന് ചെയ്തു നോക്കാം അല്ലേ? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. In the figure ABCD is a square, it's not a square, it's a rectangle. Rectangle, and AB is the diameter. AB equal to 10 centimeter. Here the AB is equal to 10 centimeter. So that means the diameter of the half circle, diameter of that part of the circle is 10 centimeter. So we can call that one semicircle. Okay, we want to find out the area of circle. How can we find out the area of that small semicircle? Area of the circle is pi r square, and semicircle pi r square by 2. Okay. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെമി സർക്കിൾ എന്നാണ്. സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഡയാമീറ്റർ 10, സോ റേഡിയസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് റേഡിയസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും അല്ലേ? അത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് റേഡിയസ് തന്നെ ആയിരിക്കും 5 ആയിരിക്കും അല്ലേ? അപ്പോൾ 5 സെൻറ്റിമീറ്റർ. ദെൻ ഏരിയ pi r സ്ക്വയർ ബൈ 2. എന്തിനു വേണ്ടിയാണ് ബൈ 2? സെമി സർക്കിൾ ആയതുകൊണ്ട് അല്ലേ, സർക്കിളിൻ്റെ പകുതിയല്ലേ. പൈ ഇൻറ്റു 5 സ്ക്വയർ ബൈ 2, സോ ദാറ്റ് ഈസ് പൈ ഇൻറ്റു 25/2. ഓക്കെ, ഇതാണ് ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു 25/2 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ is equal to L into B എന്ന് പറയും. L ഇവിടെ 10 ആണ്, ഇൻറ്റു ബി എന്ന് പറയുന്നത് ഇവിടെ എത്ര വരിക? ഇത് 5 അല്ലേ, അപ്പോൾ ഇതും 5 ആയിരിക്കും അല്ലേ. 5 is equal to 50. So 10 into 5 is equal to 50. Area of the rectangle is 50 centimeter square. Next C. So ഇത് B ആണ് അല്ലേ. C പാർട്ട് എന്ന് പറയുന്നത് if you put a dot in the figure, what is the probability of the dot within the semicircle? Semicircle ആവാനുള്ള probability എന്ന് പറയുമ്പോൾ area of the semicircle divided by area of the rectangle അല്ലേ. ഏരിയ ഓഫ് ദ semicircle pi into 25/2 ഡിവൈഡഡ് ബൈ 50 ഇങ്ങനെയാണ് വരിക അല്ലേ. ഇതിൻ്റെ ആൻസർ എത്ര വരിക? ഇതിനെ ഈ ബൈ 50 എന്ന് പറയുന്നത് ശരിക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ അത് റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ പൈ ഇൻറ്റു 25/2, ഇത് ഡിവിഷനാണല്ലേ. പൈ ഇൻറ്റു 25/2 ഡിവൈഡഡ് ബൈ 50 എന്നാണ്.
50 എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് 50/1 എന്ന് എഴുതാം. ഈ ഡിവിഷൻ ഇൻറ്റു ആക്കിയിട്ട് ഈ 50/1 എന്ന് പറയുന്ന റെസിപ്രോക്കൽ അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇപ്പോൾ ആൻസർ എന്താ വരിക? ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഈ 25ഉം 50 നമുക്ക് കട്ട് ചെയ്തവിടെ 2 അല്ലേ വരിക അല്ലേ? അപ്പോൾ പൈ ഇൻറ്റു ഇവിടെ ഒരു π/2 ഉണ്ട് ഇൻറ്റു 1/2 ഉണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് പൈ ബൈ, അതായത് π × 1 എന്ന് പറഞ്ഞാൽ പൈ, 2 × 2 എന്ന് പറഞ്ഞാൽ 4. ഇപ്പോൾ ആൻസർ എന്ന് പറയുന്നത് π/4 എന്ന് പറയുന്നത് അല്ലേ? ആൻസർ എന്താ വരുന്നത്? π/4. കിട്ടിയോ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ അവിടെ ഇങ്ങനെ പൈ ഇൻറ്റു 25/2/50. അപ്പോൾ ആ 50 നമ്മൾ 50/1 എന്ന് എഴുതി. ഈ ഡിവിഷനെ നമ്മൾ എന്താക്കി മാറ്റി? മൾട്ടിപ്പിൾ ആക്കി മാറ്റി. അപ്പോൾ ഇത് റെസിപ്രോക്കലായിട്ട് മാറും. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന കേട്ടോ. 25ഉം 50യും കൂടി കട്ട് ചെയ്തപ്പോൾ 2, അപ്പോൾ π/2 1/2, 2 × 2 4, π/4 എന്ന് പറയും. പല ആൾക്കാരും ചിന്തിക്കുന്ന അവിടുന്ന് കട്ട് ചെയ്തുകൂടെ, അവിടുന്ന് കട്ട് ചെയ്യുക. അപ്പോൾ പൈ ഇൻറ്റു 25ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 25ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര വരിക ആൻസർ? ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഈക്വൽ ടു 12.5. അപ്പോൾ ആൻസർ 12.5 പൈ ബൈ ലാസ്റ്റ് ആൻസർ എന്ത് വരും? 50. അപ്പം ഇങ്ങനെ വരും. ഇത് നമ്മൾ ഇൻറ്റു ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇവിടെ പോയിൻ്റ് ഉണ്ടല്ലോ, പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടി 12.5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 12.5 × 2 എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടും. 25 പൈ ബൈ ഇവിടെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 100. ഇപ്പോൾ 25/100 ചെറുതാക്കിയാലും ആൻസർ π/4 എന്ന് തന്നെ വരിക. ഇത് കട്ട് ചെയ്ത 4 അല്ലേ വരിക. അപ്പം അങ്ങനെ ഒന്നും പോകണ്ട, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച്, മനസ്സിലാവുന്ന ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. ഓക്കെ, സോ ഇതോട് കൂടിയിട്ട് ആ ഒരു സെക്ഷൻ ജിയോമെട്രിക്കൽ പ്രോബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് പെയേഴ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ബൈ.